ഹായ് ഹലോ, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഞാൻ ഇന്നൊരു ഫ്രൂട്ട് സാലഡുമായിട്ടാണ് വന്നേക്കുന്നത്. അതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പാലും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ അടികട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു 250 ml 2 കപ്പ് പാലാണ് വേണ്ടത്. നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾക്ക് പാലിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഞാൻ പറയുന്ന റേഷ്യോ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. 2 കപ്പ് പാലിന് 2 കപ്പ് പാലാണ് നമുക്ക് വേണ്ടത്. ഈ അളന്ന കപ്പിൽ സെയിം ഒരു അരക്കപ്പ് പാൽ വേറൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ആ ബൗളിലേക്ക് മാറ്റിയതിലേക്ക് നമ്മളൊരു 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്ത് നന്നായി കലക്കി വെക്കണം. ആ വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായിപ്പോയി. ഇത് ഞാൻ അരക്കപ്പ് പാൽ വേറെ ബൗളിലെടുത്തിട്ട് 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. കസ്റ്റർഡ് പൗഡർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഈ കസ്റ്റർഡ് പൗഡർ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കോൺഫ്ലവറിനകത്ത് കുറച്ച് ഫുഡ് കളറും കുറച്ച് എസൻസും ആണ് വാനില എസൻസോ പലതരത്തിലുള്ള ഫ്ലേവറുകളുണ്ട്. ഇതിപ്പം വാനില ഫ്ലേവറാണ്. ഇതിപ്പം 3 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ഞാനിത് കലക്കി വെച്ചിട്ടുണ്ട്. ഓർക്കുക, 2 കപ്പ് പാലിന് 3 ടീസ്പൂണേ പാടുള്ളൂ. പിന്നെ വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ്. എൻ്റെ കയ്യിൽ കുറച്ച് പഴമുണ്ട്, കുറച്ച് മാമ്പഴം, ഗ്രേപ്സ്, ആപ്പിള്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. ഈ മുന്തിരി ഉണ്ടല്ലോ, കറുത്ത മുന്തിരിയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ, നല്ല കളറൊക്കെ ആവും. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പാല് അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. എനിക്കിത്രയും മധുരം മതി, അതുകൊണ്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് അടുപ്പിൽ തീ പറ്റിച്ച് നന്നായി ഇളക്കുക. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ, ഇത് എൻ്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാലായതുകൊണ്ട് ഇത് ഓൾറെഡി പാസ്ചറൈസ് ചെയ്ത് വരുന്ന പാലാണ്. അപ്പം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കണ്ടൻസ് മിൽക്കില്ലേ, കണ്ടൻസ് മിൽക്കല്ല, കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചേക്കുന്നില്ലേ, കസ്റ്റർഡ് പൗഡർ കലക്കി വെച്ചേക്കുന്ന അത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ ഡയറക്റ്റ് മൊത്തം എടുത്ത് ഒഴിക്കരുത്, കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ കസ്റ്റർഡ് പൗഡർ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കലക്കി വേണം എടുക്കാൻ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കും. കുറേശ്ശെ ഇതിലേക്ക് നമ്മൾ ഇളക്കി എടുക്കുക കേട്ടോ. ഇളക്കി ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് കൈ വിടാതെ ഇളക്കണം. നിങ്ങളുടെ വീട്ടിൽ സൊസൈറ്റിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പാലാണ്, പശുവിൻ്റെ പാല് ഡയറക്റ്റ് വാങ്ങുന്നവരാണെങ്കിൽ ബെറ്റർ കാരണം അതിനകത്ത് ഈ സാൽമണല ടൈപ്പ് വൈറസ്, ബാക്ടീരിയ അതൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ആ പാല് കുറച്ച് നന്നായി തിളപ്പിച്ചിട്ട് നിങ്ങൾ സിമ്മിലിട്ടിട്ട് അതിൻ്റെ ചൂട് കുറച്ചതിന് ശേഷമേ ഈ കസ്റ്റർഡ് പൗഡർ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമ്മളുടെ വീട്ടിലെ പാല് കുറച്ചുകൂടെ തിളപ്പിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ തിളയ്ക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ കസ്റ്റർഡ് പൗഡർ ഒഴിക്കുകയും ചെയ്യില്ല, അത് കട്ട് ചെയ്ത് കരിഞ്ഞിട്ട് ഭയങ്കര സ്മെല്ലായി പോകും കേട്ടോ. അത് പിന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഫ്രൂട്ട് സാലഡിൻ്റെ ബേസാണ് ഈ സാധനം. അപ്പോൾ ഇത് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് ഇളക്കി ഇത് കുറുകി വരണം കേട്ടോ. നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് തിക്കാവണ്ട. തിക്കായാലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു മീഡിയം ടൈപ്പിൽ കുറുകി വരണം. ഞാൻ കാട്ടിത്തരാം. ഞാൻ ഒരുപാട് കുറുക്കുന്നില്ല, കാരണം എനിക്ക് ഒരുപാട് കുറുക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരിച്ചിരി ശകലം നീട്ടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺസിസ്റ്റൻസിയാണ് ആവശ്യം, അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറുകിയിരിക്കുന്ന ഒരുപാടല്ല, ഒരു മീഡിയം ടൈപ്പിൽ കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇത് കുറുകി വരുമ്പോൾ നമ്മൾ കുറച്ച് വലിയ ബൗളിലോട്ട് ഇത് മാറ്റി തണുക്കാൻ വയ്ക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നല്ല ചൂടുള്ള ഈ ബേസിനകത്തോട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് ആഡ് ചെയ്താൽ ഫ്രൂട്ട്സ് എല്ലാം വെന്ത് പോകും, അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം ഞാനിത് ഇളക്കി നന്നായിട്ടിത് കുറുകി വരട്ടെ. ഇതിപ്പോൾ ഏകദേശം കുറുകി വരാൻ തുടങ്ങി. കുറച്ചുകൂടെ കുറുകണം കേട്ടോ. കുറച്ചുകൂടെ കുറുകിയിട്ട് ഒരു ബൗളിനകത്തോട്ട് ഞാനിത് മാറ്റുവാണ്. ബൗളിലേക്ക് മാറ്റി തണുക്കാൻ വെച്ചു. തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് എടുത്തു വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട്
ഇത് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുക. 3-4 മണിക്കൂർ തണുത്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എനിക്ക് കുറച്ച് ടൈം കുറവുണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ കാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിനകത്ത് നിന്ന് എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം എടുക്കാവൂ കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെർവിങ് ബൗളിലേക്ക് കുറച്ചെടുത്തു. ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാമ്പഴവും കുറച്ച് ഗ്രേപ്സും ഒക്കെ ആഡ് ചെയ്യുന്നു. ഇവിടെ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ ബദാമോ പിസ്തായോ കാഷ്നട്ടോ അതൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. കൊച്ചു കുട്ടികളൊക്കെ കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്താൽ പിള്ളേർക്ക് ഐസ്ക്രീമൊക്കെ ആണെന്ന് പറഞ്ഞ് പിള്ളേർ കഴിക്കും. ഇപ്പോൾ എൻ്റെ ബദാമാണ് ഇരിക്കുന്നത്. ഞാനിത് കുറച്ച് ബദാം ഇടുന്നു. അതിന് ശേഷം 1 ടീസ്പൂൺ തേനും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിച്ചു നോക്കിയേ. വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ. കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സ്കൂൾ വിട്ട് വരുമ്പോൾ.